ഹലോ ഗൈസ്, എല്ലാവർക്കും അഭിഷേകത്തിലോട്ട് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന എന്തിനാ തേങ്ങ ചെയ്തിരുന്നതെന്ന്. ഞങ്ങൾ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. പുട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് രാവിലെ എണീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള പുട്ടാണെന്ന്. നിങ്ങൾക്ക് തെറ്റി. കാരണം ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പം ഞാൻ രാവിലെ എണീറ്റത് 12:30-ക്കും, അമ്മി രാവിലെ എണീറ്റത് 2 മണിക്കുമായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് പാലും കോൺഫ്ലക്സ് ഒക്കെ കുടിച്ച് പിന്നെ എക്സെട്ര ഒരുപാട് സാധനങ്ങളൊക്കെ തിന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അമ്മ എണീറ്റ് വന്നിട്ട് പുട്ടുണ്ടാക്കി സാമ്പാറും കൂട്ടി തരാന്ന് പറയുന്നത്. പുട്ട് ഹമാര ദേശീയ ഭക്ഷണം. എന്ത് ചെയ്യാൻ, എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങി, അത്രയേ ഉള്ളൂ. ആദ്യം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ വലിയ കാര്യമായിട്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു പുട്ട് കവറിനകത്ത് ഒരു കവറിൽ കുറച്ച് പൊടി ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചത് അരിപ്പുട്ടിൻ്റെ പുട്ടുപൊടിയുടെ ബാലൻസിന് വായിച്ചു നോക്കണില്ല. എന്നിട്ട് കുറേ വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഞാൻ റവപ്പൊടി ആയിരുന്നു അത്. ആ റവപ്പൊടി എടുത്തിട്ട് അങ്ങനെ പിന്നെ അത് ഞാൻ മാറ്റി. അപ്പം ഇതാണ് ചെമ്പുട്ടാണ്. അതിങ്ങനെ നനച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറിയാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അവൻ ചെറുകി തരുവാണ്. പുട്ടുണ്ടാക്കണം. സാമ്പാർ ലേറ്റായിപ്പോയി. ഇനിയിപ്പം ലഞ്ചും 4 മണിയുടെ പലഹാരം അത് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. നമ്മുടെ അടുപ്പത്ത് പരിപ്പൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ള ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുവാണ്. സാമ്പാറെന്ന് പറഞ്ഞാൽ അത് ഇത്രയും പീസൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലേ മക്കളൊക്കെ. പീസ് തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവന് ആകെ ഇഷ്ടമുള്ള സാധനമാണ് ക്യാരറ്റ്, പച്ചക്ക, ഉരുളക്കിഴങ്ങ്. ഇത്രയും സാധനം അവന് ഇഷ്ടമുള്ളൂ. ക്യാരറ്റ് അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പീസൊക്കെ കഴിക്കാൻ മടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേപോലെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ചാറ് മാത്രം എടുത്ത് കഴിക്കണ ബിരുദന്മാരും ബിരുദത്തികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. വെജിറ്റബിൾ കഴിക്കാനേ ഭയങ്കര മടിയാണ്. ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, പണിഷ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനുണ്ടാക്കുന്ന വെജിറ്റബിൾ കഴിച്ചില്ലെങ്കിൽ ഈ ബീൻസ് അങ്ങനത്തെ സാധനമൊന്നും കഴിക്കത്തേ ഇല്ലേ. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ ആഴ്ച മുഴുവൻ ഈ വീട്ടിൽ അത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പണിഷ്മെൻറ്റ് കൊടുക്കാമെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യും. ആഴ്ച മുഴുവൻ കഴിക്കാൻ അവൻ വില്ലിങ്ങാണ് സമയം വരെ ഞാനത് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഇഷ്ടമില്ലെങ്കിലും കഴിക്കും വെജിറ്റബിൾ. അല്ലെങ്കിൽ ഭയങ്കര മടിയാണെന്ന് വെജിറ്റബിൾ കഴിക്കാൻ. നിങ്ങളെല്ലാവരും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കണ്ട. ഈ പുട്ട് അമ്മി പൊടിച്ചിട്ടല്ല, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൈ ഉപയോഗിച്ചത് പൊടിക്കണ്ടല്ല എന്ന് ഓർത്തമ്മി അറിഞ്ഞോണ്ട് പൊടിച്ചതാണ്, അല്ലാണ്ട് അറിയാണ്ട് പൊടിഞ്ഞു വീണതല്ല. പിന്നെ ഈ ഫുള്ളായിട്ട് കിടക്കുന്ന പുട്ടില്ലേ, അത് അമ്മിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അമ്മി കഷ്ടപ്പെട്ട് പൊടിച്ചോളാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എൻ്റെ പുട്ട് ഞാൻ കൈ കൊണ്ട് പൊടിക്കാൻ അമ്മി സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് സ്നേഹമാണ് എൻ്റെ അമ്മക്ക് എന്നോട്. അപ്പം ഞങ്ങളുടെ ഫുഡ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞ പുട്ട്, കൊണ്ടാട്ടം മുളക്, റോബസ്റ്റ് പഴം, കട്ടൻ ചായ, സാമ്പാർ, വിഭവ സമൃദ്ധമാണ് ഇന്നത്തെ ഞങ്ങളുടെ സമയത്ത് 5 മണിക്കത്തെ ലഞ്ച്. ഇവിടെ പപ്പടം ഉണ്ടെന്ന് ഞങ്ങൾ ഓർത്തായിരുന്നു. പക്ഷെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ പപ്പടം എക്സ്പയറി കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് പപ്പടം വെക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തിരിക്കണം.